കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. വനിതാ സംവരണം ഞങ്ങൾക്ക് തന്നേ തീരൂ, അത് എത്രയും പെട്ടെന്ന് തന്നേ തീരൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ മാത്രം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കരുത്. അത് ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്ത്രീകളെ അവഗണിക്കരുത്. അതായത് അൺഹേഡ്, ICMR, ICW അങ്ങനെ പറഞ്ഞ 500-ലേറെ വനിതാ സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകൾ ചേർന്ന് ഈ സെഷനിൽ തന്നെ വനിതാ സംവരണ നിയമം പാസാക്കല് നടപ്പിലാക്കുന്നത് അനൗൺസ് ചെയ്യണം. ജന്തർ മന്ദറിൽ ശ്രീമതി ടീച്ചർ പ്രതിഷേധം വിളിച്ച് മുദ്രാവാക്യം മുഴക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷയാണ് ശ്രീമതി ടീച്ചർ എന്ന് നമുക്കറിയാം. ഇപ്പോൾ സ്ത്രീ സംവരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ സംഘടനകളുടെ കൂട്ടായ്മ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തുകയാണ്. അവിടെയാണ് ടീച്ചർ ഈ വിധത്തിൽ ഇരുന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ടീച്ചറെ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷയാണ് അങ്ങ്. ഇത് വനിതാ സംവരണത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമാണോ? ഓൺലി വനിതാ റിസർവേഷൻ, ഒരു അജണ്ടയും വേറെയില്ല. ഞങ്ങൾ സംയുക്ത സമിതി ഇവിടെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ഇവിടെ ഇരിക്കുന്നത് ഒരേ ഒരാവശ്യം, അത് എത്രയും പെട്ടെന്ന് വനിതാ സംവരണം ഇന്ത്യക്കകത്ത് നടപ്പിലാക്കുക. പാർലമെന്റിൽ എത്രയും പെട്ടെന്ന് തുടരാൻ, പാർലമെന്റ് സമ്മേളിക്കുന്നവരെ, അവസാനിക്കുന്നത് വരെ ഞങ്ങൾ തുടരും. ശരിക്കും ടീച്ചർക്ക് 10-77 വയസ്സായി. ഇങ്ങനെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലേ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല, ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. തറയിലിരുന്ന് സമരം നടത്തുമ്പോഴേ ഇത്രയും പ്രായത്തിൽ ആ ഒരു പോരാട്ട വരികയാണ്. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഉണ്ട്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ വരെയുണ്ട്. വനിതാ സംവരണം വേണം. വനിതാ സംവരണം ഞങ്ങൾക്ക് തന്നേ തീരൂ, അത് എത്രയും പെട്ടെന്ന് തന്നേ തീരൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ മാത്രം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കരുത്. അത് ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്ത്രീകളെ അവഗണിക്കരുത്. ഇന്ത്യൻ സ്ത്രീകൾക്ക് അവരുടെ വോട്ടവകാശത്തിന് ഫലമുണ്ട്. അതുപോലെ പാർലമെന്റിലും അസംബ്ലിയിലും അവർക്ക് സ്ഥാനം കൊടുത്തേ പറ്റൂ. ഏതായാലും ഇതാണ് വനിതാ സംവരണം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണ് ജന്തർ മന്ദറിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ആനി രാജ വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ മഹിളാ സംഘടനകളും എത്തുന്നുണ്ട്. വനിതാ സംവരണത്തിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. അതായത് അൺഹേഡ്, ICMR, ICW അങ്ങനെ പറഞ്ഞ 500-ലേറെ വനിതാ സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകൾ ചേർന്ന് നാഷണൽ കോalition ഫോർ വിമൻസ് റിസർവേഷൻ എന്ന് പറഞ്ഞ ഒരു ഓൾ ഇന്ത്യ സമിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി 20-ാം തീയതി മുതൽ ഈ പാർലമെന്റ് സമ്മേളനം, മഴക്കാല സമ്മേളനം തുടങ്ങിയ അന്നു മുതൽ തുടർച്ചയായി അവസാനിക്കുന്നവരെ തുടർച്ചയായി ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒറ്റ ഒരാവശ്യമാണ്. ഈ വനിതാ സംവരണ നിയമം പാസ്സാക്കി 2023. പക്ഷെ അത് പാസ്സാക്കുമ്പോൾ 2 കണ്ടീഷനുകൾ കൊണ്ടുവന്നു, സെൻസസും ഡീലിമിറ്റേഷനും. അത് ആ 2 കണ്ടീഷനും നീക്കം ചെയ്തുകൊണ്ട് ഈ സെഷനിൽ തന്നെ വനിതാ സംവരണ നിയമം പാസ്സാക്കല് നടപ്പിലാക്കുന്നത് അനൗൺസ് ചെയ്യണം. ഏതായാലും കൃത്യമായ നിലപാടാണ്. സമരം ജന്തർ മന്ദറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ, ഡൽഹി.